إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. ഹിജ്റ 8-ാം വർഷം മക്ക വിജയത്തിന് ശേഷം ഹുനൈൻ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് ഗനീമത്ത് സ്വത്ത് ലഭിക്കുകയുണ്ടായി. ആ ഗനീമത്ത് സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചപ്പോൾ അവിടുന്ന് അറബികൾക്ക്, ഖുറൈശികൾക്ക് ആ ഗനീമത്ത് സ്വത്ത് വീതം വെച്ചു നൽകി. എന്നാൽ അവിടുത്തോടൊപ്പം ഉണ്ടായിരുന്ന അൻസാരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്തിൽ ഒന്നും തന്നെ കൊടുത്തില്ല എന്നുള്ളതാണ്. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അൻസാരികൾക്ക് ഇത് വലിയ പ്രയാസമുണ്ടാക്കി. എത്രത്തോളം എന്നാൽ അൻസാരികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, വല്ലാഹി ലഖിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗമ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജനതയെ, അവിടുത്തെ നാട്ടുകാരെ അവിടുന്ന് കണ്ടുമുട്ടിയപ്പോൾ ഇപ്പോൾ അൻസാരികളെ അവിടുത്തേക്ക് വേണ്ട, അവരെ മാത്രം മതി എന്ന രീതിയിലുള്ള ഒരു സംസാരം അൻസാരികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു. അവർക്ക് സങ്കടമായി. അൻസാരികളുടെ നേതാക്കളിൽപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഹാദൽ ഹയ്യ മിനൽ അൻസാരി വജദു അലൈക ഫീ അൻഫുസിഹിം. അല്ലാഹുവിന്റെ റസൂൽ, അൻസാരികൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാണ് അവർക്ക് പ്രയാസമുണ്ടായത്? എന്തിനാണ് അവർ വിഷമിച്ചത്? സഅദ് ഇബ്നു ഉബാദ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അൻസാരികൾക്ക് ഗനീമത്തിൽ നിന്ന് താങ്കൾ ഒന്നും കൊടുത്തില്ല. ഗനീമത്ത് മുഴുവൻ വീതം വെച്ചത് അറബികൾക്കും ഖുറൈശികൾക്കുമാണ്. ഇതിന്റെ പേരിലാണ് അൻസാരികൾക്ക് സങ്കടമുണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു ഉബാദയോട് ചോദിച്ചു, ഫഅൈന അൻത യാ സഅദ്. അൻസാരികൾക്കുണ്ടായ ഈ വിഷമത്തിന്റെ കാര്യത്തിൽ സഅദേ, നിനക്ക് എന്താണ് പറയാനുള്ളത്? നിനക്കും അപ്രകാരം സങ്കടമുണ്ടോ? അദ്ദേഹം പറഞ്ഞു,
അല്ലാഹുവിന്റെ റസൂലേ, മാ അന ഇല്ലാ ഇംറുഉൻ മിൻ ഖൗമി, അൻസാരികളിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് അവർക്കുണ്ടായ അതേ വിഷമം എനിക്കും ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നാൽ അൻസാരികളെ ഈ കാണുന്ന പ്രദേശത്ത് നീ ഒരുമിപ്പിച്ച് നിർത്തുക. എന്നിട്ട് അവർ ഒരുമിച്ച് കഴിഞ്ഞാൽ എന്നെ വന്ന് വിവരമറിയിക്കുക. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അൻസാരികളിൽ ഉച്ചത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഒരുമിച്ചിരിക്കാൻ പറഞ്ഞിരിക്കുന്നു. എല്ലാ ആളുകളും, അൻസാരികളിൽ ഒരാളും വിട്ടുപോകാതെ എല്ലാ ആളുകളും അവിടെ ഒരുമിച്ചിരുന്നു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരുമിപ്പിച്ചിരുത്തിയിട്ടുണ്ട്, അങ്ങ് വന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാമ ഫീഹിം ഖതീബൻ ഫഹമിദല്ലാഹ വഅസ്നാ അലൈഹി ബിമാ ഹുവ അഹ്ലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ഹംദും സ്വലാത്തും പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ മഅ്ശറൽ അൻസാർ, അൻസാരികളെ, അലം ആതികും ദുല്ലാലൻ ഫഹദാകുമുല്ലാഹ്, അൻസാരികളെ, ഞാൻ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഹിദായത്തിലില്ലാത്ത ضلالത്തിലായിരുന്ന ആളുകളായിരുന്നു. ഞാൻ കാരണം നിങ്ങൾക്ക് ഹിദായത്ത് ലഭിച്ചില്ലേ? വആലതൻ ഫഅഗ്നാകുമുല്ലാഹ്, നിങ്ങൾ ദരിദ്രരായിരുന്നു, അല്ലാഹു നിങ്ങൾക്ക് ധന്യത നൽകിയില്ലേ? വഅഅദാഅൻ ഫഅല്ലഫല്ലാഹു ബൈന ഖുലൂബികും, പരസ്പരം പോരടിച്ചിരുന്ന ശത്രുക്കളായിരുന്നു നിങ്ങൾ, അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കം നൽകിയില്ലേ? അൻസാരികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. അലാ തുജീബൂന യാ മഅ്ശറൽ അൻസാർ, അൻസാരികളെ, നിങ്ങൾ എന്താണ് ഒന്നും മറുപടി പറയാത്തത്? നിങ്ങൾ ഉത്തരം എന്താണ് പറയാത്തത്? അൻസാരികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ എന്തു പറയണം? അൽ മന്നു ലില്ലാഹി വറസൂലിഹി, എല്ലാ ഔദാര്യവും എല്ലാ ശ്രേഷ്ഠതയും അല്ലാഹുവിനും അവന്റെ റസൂലിനും മാത്രമാണ്, ഞങ്ങൾക്കൊരു ശ്രേഷ്ഠതയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലൗ ശിഅ്തും ലഖുൽതും ഫസദഖ്തും ഫസുദ്ദിഖ്തും ജിഅ്തനാ തരീദൻ ഫആവൈനാക വആയിലൻ ഫആസൈനാക വഖായിഫൻ ഫഅമ്മനാക വമഖ്ദൂലൻ ഫനസർനാക ഫഖാലു അൽ മന്നു ലില്ലാഹി വറസൂലിഹി. അൻസാരികളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു. ഞാൻ പറഞ്ഞതിന് പകരമായി മറുപടിയായി അൻസാരികളെ, നിങ്ങൾക്ക് ഇങ്ങനെ പറയാമായിരുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ആട്ടി ഓടിക്കപ്പെട്ടവരായിക്കൊണ്ടാണ് ഞങ്ങളിലേക്ക് വന്നത്, താങ്കൾക്ക് അങ്ങേക്ക് ഞങ്ങൾ അഭയം നൽകിയില്ലേ? താങ്കൾ പേടിച്ചുകൊണ്ട് നിർഭയത്വമില്ലാതെയാണ് ഞങ്ങളിലേക്ക് എത്തിയത്, താങ്കളെ ഞങ്ങൾ നിർഭയനാക്കിയില്ലേ? താങ്കൾ ദരിദ്രനായിക്കൊണ്ടാണ് ഞങ്ങളിലേക്ക് എത്തിയത്, താങ്കൾക്ക് ഞങ്ങൾ അഭയം നൽകി ധന്യത നൽകിയില്ലേ? താങ്കൾ നിന്യനായിക്കൊണ്ടാണ് ഞങ്ങളിലേക്ക് എത്തിയത്, താങ്കളെ ഞങ്ങൾ സഹായിച്ചില്ലേ? എന്നിങ്ങനെ നിങ്ങൾക്ക് മറുപടി പറയാമായിരുന്നു. അൻസാരികളെ, അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അത് സത്യവുമാണ്, എന്തുകൊണ്ട് നിങ്ങൾ അത് പറയുന്നില്ല? അൻസാരികൾ പറഞ്ഞു, അൽ മന്നു ലില്ലാഹി വറസൂലിഹി, എല്ലാ ഔദാര്യവും എല്ലാ ശ്രേഷ്ഠതയും അല്ലാഹുവിനും റസൂലിനും മാത്രമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവജത്തും ഫീ അൻഫുസികും യാ മഅ്ശറൽ അൻസാരി ഫീ ലുആഅത്തിൻ മിനദ് ദുനിയാ തഅല്ലഫ്തു ബിഹാ ഖൗമൻ അസ്ലമു വവകൽതുകും ഇലാ മാ ഖസമ അല്ലാഹു ലക്കും മിനൽ ഇസ്ലാം. അൻസാരികളെ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗനീമത്ത് സ്വത്ത് ഞാൻ നൽകാതിരുന്നത്, ഖുറൈശികൾക്കും അറബികൾക്കും ഞാൻ ഗനീമത്ത് സ്വത്ത് നൽകിയത്, നിങ്ങൾക്ക് അല്ലാഹു തൃപ്തിപ്പെട്ടു തന്ന ഇസ്ലാമിൽ നിങ്ങളെ ഞാൻ വിശ്വസിച്ച് ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ ദൗർബല്യതകളുള്ള ഒരു വിഭാഗം ആളുകളെ ഇസ്ലാമിലേക്ക് ഇണക്കുന്നതിനു വേണ്ടി
തുച്ഛമായ ദുനിയാവിന്റെ വിഭവങ്ങൾ അവർക്ക് ഞാൻ നൽകിയതിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടായോ അൻസാരികളെ? നിങ്ങൾക്ക് അങ്ങനെ പ്രയാസമുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിൽ തൃപ്തിപ്പെട്ടേക്കും. ഞാൻ അറബികൾക്ക് കൊടുത്ത ഗനീമത്ത് സ്വത്തിന്റെ യാഥാർത്ഥ്യം അത് നിങ്ങൾ മനസ്സിലാക്കിയേക്കും എന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ തർദൗന യാ മഅശറൽ അൻസാരി അൻ യദ്ഹബ الناس ഇലാ റിഹാലിഹിം ബിശ്ശാഇ വൽ ബഈരി വതദ്ഹബൂന ബിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റിഹാലിക്കും. അൻസാരികളെ, ജനങ്ങളെല്ലാം അവരുടെ കുടിലുകളിലേക്ക്, വീടുകളിലേക്ക് സമ്പത്തുമായി, ഒട്ടകങ്ങളുമായി, ആടുകളുമായി തിരിച്ചു മടങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂലുമായി നിങ്ങളുടെ കുടിലുകളിലേക്ക്, ആ റസൂലുമായി ഒത്തൊരുമിച്ച് ജീവിക്കാനുള്ള അവസരവുമായി നിങ്ങൾ നിങ്ങളുടെ കുടിലിലേക്ക് മടങ്ങുന്നത് നിങ്ങൾ തൃപ്തിപ്പെടുന്നില്ല അൻസാരികളെ? അവർക്ക് ദുനിയാവ് ലഭിച്ചെങ്കിൽ, അവർക്ക് ആടുകളും ഒട്ടകങ്ങളും ലഭിച്ചെങ്കിൽ, നിങ്ങൾക്ക് അതിനു പകരമായി ലഭിച്ചത് അല്ലാഹുവിന്റെ റസൂലിനുമായുള്ള ജീവിതമല്ലേ? അതിൽ നിങ്ങൾ തൃപ്തിപ്പെടുന്നില്ലേ അൻസാരികളെ? ഫവല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അല്ലാഹു തന്നെ സത്യം. ലൗ അന്ന الناس سلكوا شعبا وسلكت الانصار شعبا لسلكت شعب الانصار. ജനങ്ങളെല്ലാം ഒരു താഴ്വരയിൽ പ്രവേശിക്കുകയാണ് എന്ന് കരുതുക. അൻസാരികൾ മറ്റൊരു താഴ്വരയിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അൻസാരികളോടൊപ്പമായിരിക്കും. വലൗലൽ ഹിജ്റതു ലകുൻതു റഅൻ മിനൽ അൻസാർ, ഹിജ്റയില്ലായിരുന്നെങ്കിൽ ഞാൻ അൻസാരികളിൽ പെട്ടവരായിരുന്നു. അല്ലാഹുമ്മ അർഹമൽ അൻസാർ, അല്ലാഹുമ്മ അർഹം അബ്നാഅൽ അൻസാർ, അല്ലാഹുമ്മ അർഹം അബ്നാഇൽ അൻസാർ. അല്ലാഹുവേ, അൻസാരികളോട് നീ കാരുണ്യം ചെയ്യണം. അൻസാരികളുടെ മക്കളോട്, അവരുടെ മക്കളുടെ മക്കളോട് അല്ലാഹുവേ നീ കാരുണ്യം ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഇത് കേട്ടപ്പോൾ ഫബകൽ ഖൗമു ഹത്താ അഖ്ദലു ലിഹാവും, ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സഹാബികൾ ഒന്നടങ്കം, അൻസാരികൾ ഒന്നടങ്കം താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമാർ അവർ കരഞ്ഞുപോയി. ഞങ്ങളെ ഇത്രയധികം സ്നേഹിച്ചിരുന്ന, ഞങ്ങളെ ഇത്രയധികം പരിഗണിച്ചിരുന്ന അല്ലാഹുവിന്റെ റസൂലിനോട് തെറ്റിദ്ധാരണ സംഭവിച്ചു പോയി എന്ന കുറ്റബോധം കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അൻസാരികൾ താടി രോമങ്ങൾ കുതിരുമാർ കരയുകയുണ്ടായി എന്നാണ്. എന്നിട്ട് അവർ പറഞ്ഞു, റളീനാ ബില്ലാഹി റബ്ബൻ വബിറസൂലിഹി ഖസമൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾക്ക് വിഹിതമായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിന് ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളീനാ ബില്ലാഹി റബ്ബൻ വബിറസൂലിഹി ഖിസ്മൻ വഹദ്ദ. മറ്റുള്ള സമ്പത്തിന് പകരമായി, ഗനീമത്തുകൾക്ക് പകരമായി, ദുനിയാവിന്റെ തുച്ഛമായ വിഭവങ്ങൾക്ക് പകരമായി അല്ലാഹുവിന്റെ റസൂലിനെ വീതം ലഭിച്ചത് ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അൻസാരികൾ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും സഹാബത്ത് അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളത്. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. സഹോദരങ്ങളെ, ഹുനൈൻ യുദ്ധത്തിന് ശേഷമുണ്ടായ ഈ ഒരു സാഹചര്യം, ഈ ഒരു സന്ദർഭം ചരിത്രത്തിൽ ഏറ്റവും വൈകാരികമായ, ഹൃദയത്തിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ചരിത്ര രംഗങ്ങളിൽ ഒന്നായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഒരുപാട് ഗുണപാഠങ്ങളുള്ള, ഒരുപാട് സന്ദേശങ്ങളുള്ള ഒരു ചരിത്ര സംഭവമാണിത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഏറ്റവും സങ്കടകരമായ ഒരു സംഭവമായി കൊണ്ടാണ് പല പണ്ഡിതന്മാരും ഈ ഒരു സംഭവത്തിനെ വിവരിച്ചിട്ടുള്ളത്. അൻസാരികളുടെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന സംഭവം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും തമ്മിലുണ്ടായിരുന്ന ആഴത്തിലുള്ള ദീനിന്റെ ബന്ധം വിവരിക്കുന്ന സംഭവം. ഒരുപാട് ഗുണപാഠങ്ങൾ സഹോദരങ്ങളെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദുനിയാവിന്റെ എന്ത് തന്നെ വിഭവങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാലും പകരം നമ്മുടെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും ഉണ്ട് എങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവിടുത്തെ ദീൻ അത് നമ്മളുടെ അരികിലുണ്ട് എങ്കിൽ ദുനിയാവിന്റെ എന്തെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടാലും അല്ലാഹുവും റസൂലും അതിനെല്ലാം മുകളിൽ പകരം നിൽക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും റദീനാ ബില്ലാഹി റബ്ബൻ വറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ എന്ന തൃപ്തിവാചകമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അൻസാരികൾ പ്രഖ്യാപിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചര്യ പിൻപറ്റിയാൽ, അള്ളാഹുവിനെ അനുസരിച്ചാൽ, ദീനിന്റെ കാര്യങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ എന്തെല്ലാം നമുക്ക് നഷ്ടമായാലും അതൊന്നും നഷ്ടമല്ല എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അന്ന മൻ ഫാസ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വത്തിബാഇഹി ഫഖദ് ഫാസ ബികുല്ലി ഷൈഇൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും വിജയിച്ച് കരസ്ഥമാക്കിയാൽ, അവിടുത്തെ പിൻപറ്റിക്കൊണ്ട് ആരെങ്കിലും വിജയിച്ചാൽ അവന് എല്ലാ അർത്ഥത്തിലുമുള്ള വിജയമുണ്ടായിരിക്കും. വേറെ ഭൗതികമായ ഒന്നും തന്നെ ഇല്ലെങ്കിലും അതാണ് ഏറ്റവും വലിയ വിജയം. അതുപോലെ തന്നെ സഹോദരങ്ങൾ, അൻസാരികളുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് തെറ്റിദ്ധാരണ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തെറ്റിദ്ധാരണ തിരുത്തിയ ശൈലി നിങ്ങൾ നോക്കൂ. സ്വാഭാവികമായും അടുപ്പവും സ്നേഹവുമുള്ള ആളുകൾക്കിടയിൽ പരിഭവവും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, പിണക്കങ്ങൾ ഉണ്ടായിരിക്കും, സ്വാഭാവികമാണ്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ സ്നേഹം അത് പങ്കുവെച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ശൈലിയിൽ അത് തിരുത്തപ്പെടണം. സ്നേഹം എടുത്തു പറഞ്ഞുകൊണ്ട് മാന്യമായി ആ തെറ്റിദ്ധാരണകൾ തിരുത്തുവാൻ തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നമുക്ക് ഇതിലൂടെ പഠിപ്പിച്ചിരുന്നത്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നു പറഞ്ഞപ്പോൾ തെറ്റിദ്ധാരണ തിരുത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുവാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ പരിഭവം അതിനെ പരിഗണിച്ചു. ഇതിൽ വലിയ പാഠമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അൻസാരികൾ അവർക്ക് അവർ ചെയ്ത പല കാര്യങ്ങളും എടുത്തു പറയാനുള്ള അവകാശമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിച്ചതുമാണ്. എന്നാൽ നോക്കൂ, അൻസാരികളുടെ മര്യാദ നിങ്ങൾ നോക്കൂ. അൻസാരികൾ ചെയ്തത് അവരൊരിക്കലും എടുത്തു പറഞ്ഞില്ല. അവർ പറഞ്ഞത് അൽ മന്നു ലില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും അവന്റെ റസൂലിനും മാത്രമാണ് എല്ലാ ഔദാര്യവും ഉള്ളത്, ഞങ്ങൾക്കൊരു ഔദാര്യവുമില്ല. ദീനിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ സംഭവമായി നമ്മൾ കണക്കാക്കുവാൻ പാടില്ല. ദീനിന്റെ വക്താക്കളായി എന്നുള്ളത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഔദാര്യമാണ്. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാനി ഇൻ കുൻതും സാദിഖീൻ. നമ്മൾ മുസ്ലിമീങ്ങളായി, നമ്മൾ സുന്നത്തിന്റെ സലഫിയ്യത്തിന്റെ സേവകരായി എന്നുള്ളത് നമ്മളുടെ ഔദാര്യമല്ല, മറിച്ച് അല്ലാഹു നമുക്ക് നൽകിയ അവന്റെ ഔദാര്യമാണ് എന്ന തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് അൻസാരികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയ പാഠമാണ്. പറയാനുള്ള അവകാശമുണ്ടായിട്ടുകൂടി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുകൂടി അൻസാരികൾ അത് പറഞ്ഞില്ല. അൻസാരികൾ പറഞ്ഞത്, അൻസാരികൾ ചേർത്തി പറഞ്ഞത് അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ കേൾക്കുകയും അതിൽ നിന്ന് നല്ല നല്ല ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും സ്നേഹിക്കുന്നവരിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ
وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.